നോമ്പ് 5 ഫൈഹനെ സംബന്ധിച്ച് ഭയങ്കര കഷ്ടപ്പാടിൻ്റെ നോമ്പേനു കേട്ടോ. കാരണം ആൾ തലേന്ന് നോമ്പെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്താഴത്തിന് ഞാൻ വിളിച്ചപ്പം ഭയങ്കര ക്ഷീണമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കിടക്കുക ചെയ്തത്. അങ്ങനെ പാവം രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചോദിച്ചിട്ടോ എന്നോട് ഇനി നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു പറ്റിയെങ്കിൽ എടുത്തോ, കാരണം തല നെയ്യത്ത് വെച്ചതാണല്ലോ, കഴിയില്ലെങ്കിൽ എടുക്കണ്ടെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ നോമ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോയി. പിന്നെ സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷം ആൾക്ക് ഭയങ്കര ക്ഷീണാവുന്നുണ്ട്, വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, തലവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിയില്ലെങ്കിൽ നോമ്പ് മുറിച്ചോ, കാരണം അത്താഴത്തിന് എണീക്കാത്തതല്ലേ. പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് സമയം കൂട്ടിയിട്ട് പറഞ്ഞേ, ഇതാ ഇത്രയും മണിക്കൂർ എടുത്തല്ലോ, ഞാൻ ആകെ ഇത്ര മണിക്കൂർ എടുക്കാനുള്ളൂ, എടുത്തതാണ് കൂടുതലുള്ളതെന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ അന്നേരം ആൾ പാവലൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പിന്നെ അവിടെ തന്നെ വെച്ചിട്ടോ. പിന്നെ എന്തോ തോന്നിയിട്ടുണ്ടാവും. പിന്നെ കടലേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിനെ, പക്ഷേ അന്ന് ചിക്കൻ റോളാണ് ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന സമയത്ത് മൈദപ്പൊടിയിൽ കുറച്ച് ഉപ്പും നെയ്യും സാദാ വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തത്. പിന്നെ പാലൊന്നും ചേർത്തിട്ടില്ല. ഞാൻ കുറേ മുമ്പ് ഉണ്ടാക്കിയ സമയത്ത് പാലൊക്കെ ചേർത്തിട്ടാണ് ആക്കിയത് കേട്ടോ. പക്ഷെ ഞാൻ സാദാ പോലെ തന്നെ പരുത്തി അതിൻ്റെ അകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് പിന്നെ കോഴിമുട്ടയിലും റിസ്ക് പൊടിയിലും മുക്കി പൊരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് ഒരുപാട് എണ്ണം അധിക സമയം വെക്കാൻ പറ്റില്ല നമ്മൾ റോൾ ചെയ്ത് വെച്ചാൽ, കാരണം പെട്ടെന്ന് ഇത് മൈദ അല്ലേ, അടി ഒട്ടിപ്പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 5-6 ആയതിൻ്റെ ശേഷം അത് കോഴിമുട്ടയിലും റസ്ക് പൊടിയിലും മുക്കിയെടുത്തതിന് ശേഷം അത് പൊരിച്ചെടുക്കുക ചെയ്തു. അങ്ങനെ കുറേശ്ശെ റോൾ ചെയ്തതിനനുസരിച്ച് പൊരിച്ചെടുത്ത്. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാ ഫൈഹ നോമ്പ് കംപ്ലീറ്റ് ആക്കി കേട്ടോ. അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഫൈഹ അത് കംപ്ലീറ്റ് ചെയ്തത്. അത്രത്തോളം പ്രയാസപ്പെട്ടിട്ടെന്നോ അല്ലെങ്കിൽ എന്തോ ഫൈഹൻ്റെ ഒരു ഇത് തന്നെ പറയാം. ഞാൻ അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഒരു സങ്കടം പോലെ എനിക്ക് അത്രയും സമയം നോമ്പെടുത്തിട്ട് പിന്നെ ആ ഒരു തൽക്കാല സമയത്ത് നോമ്പ് മുറിക്കുക പറയുമ്പം അത് നഷ്ടമല്ലേ ശരിക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞപ്പം പാവം ആൾ നോമ്പ് ഏതായാലും കംപ്ലീറ്റ് ആക്കി.